അതെ, പണ്ട് ഞാൻ ആരായിരുന്നു? പണ്ട് എവിടെയാ? ഞാൻ വീടുകളിൽ ജോലിക്ക് പോയി ചിത്രം വരച്ച് എൻ്റെ ഉണ്ടായിരുന്നു. ശില്പം വരച്ചു. ആ കുട്ടി എനിക്ക് ഫോട്ടോ അയച്ചു തന്നു സ്റ്റുഡിയോയിൽ നിന്ന്. ചന്ദ്രബാബു രാംരാജ് ഫോട്ടോ അയച്ചു കൊടുത്തപ്പോഴാണ് ആ ഫോട്ടോ സുൽത്താൻ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇട്ടു. അപ്പോഴാ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും അത് പുറം ലോകത്തേക്ക് പോയി. എൻ്റെ പഴയ ഫോട്ടോ ഇപ്പോൾ എല്ലായിടത്തും വ്യാപിക്കുന്നു. അന്ന് ആ സെറ്റ് സാരി ഉടുത്തത് ഏതോ ഒരു പൊതുപ്രവർത്തനത്തിന്, സമ്മേളനത്തിനോ മറ്റോ പൊതുപ്രവർത്തനത്തിന് എന്നെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഖദർ സാരി വേണമെന്ന് പറഞ്ഞു. അപ്പോഴുണ്ടായിരുന്നില്ല. അപ്പോൾ സെറ്റ് സാരി എടുത്ത് ഫോട്ടോ എടുത്തു. ചന്ദ്രബാബുവിന്റെ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുത്തു. ഫ്ലെക്സ് അടിച്ചു. ഏനാത്ത് പാലത്തിന്റെ അടുത്ത് ഫ്ലെക്സ് വെച്ചു. കുളക്കട ജംഗ്ഷനിൽ വെച്ചു. പുത്തൂർ മുക്കിൽ വെച്ചു. ആ ഫോട്ടോയാണത്. മറ്റേത് കാവിക്കൈലി വെട്ടിക്കണ്ടിച്ച ചുരിദാറ്. അത് കോളേജ് ടൈമിൽ പഠിച്ചിരുന്ന സമയത്തെടുത്ത ഫോട്ടോ ആണ് ആ കാവിക്കൈലി. അന്ന് മിടുക്കത്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും എന്നോട് പറയുന്നു. എനിക്ക് എന്നെ എല്ലാവരും കഴിവുള്ളവളെന്ന് പറഞ്ഞ് പ്രശംസിക്കുന്നു. എനിക്ക് അതൊക്കെ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെന്ത്, എൻ്റെ കൂടെ കുറെ ആളുകൾ, പിന്നെ എനിക്ക് വയ്യാതെ വരികയായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് എൻ്റെ തലച്ചോറിൽ നിന്നും എന്തൊക്കെയോ ഡിലീറ്റായി ഒഴുകിപ്പോയി. ഡിലീറ്റ് ആകപ്പെടും. അതായത് ആത്മാവിനെ ഞാൻ കാണുന്നു. അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. ഭയങ്കര സുഖമുള്ള കാര്യം ആ നിമിഷം. പിന്നീട് ഇങ്ങോട്ടുള്ളത് ആകെ നിയന്ത്രണം തെറ്റിയിരുന്നു. ശാരീരിക വേദന, ആത്മാവ് നഷ്ടപ്പെട്ടു പോയപ്പോൾ ശരീരം തളർന്നു. ഞാൻ ഈ കല്ലിൽ തളർന്നിരുന്നു. ബോഡി പച്ച മാംസം, ബോഡി വേദന, ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. വേദനിച്ചു ഞാൻ. ബോഡി വേദന. അങ്ങനെ ആരൊക്കെയോ എന്നെ സഹായിക്കാനായിട്ട് വന്നു. പിന്നെന്താ സംഭവിച്ചത്? എനിക്ക് ബോധോദയം വന്നെന്ന് പറഞ്ഞുകൊണ്ട് പലയിടത്തുനിന്നും ആളുകൾ വന്നു. എൻ്റെ കൂടെ നിന്നവര് തന്നെ എന്നോടെല്ലാം തുറന്ന് ചോദിച്ചു. ഞാനെല്ലാം തുറന്നു പറഞ്ഞു. എനിക്കൊന്നും ഒളിച്ചു വെക്കാൻ ഉണ്ടായിരുന്നില്ല. ഞാനെല്ലാം തുറന്നു പറയുകയായിരുന്നു. എനിക്ക് ആരെങ്കിലും കൂട്ടുകാർ വേണം, കൂട്ടുകാരികൾ വേണമെന്നൊക്കെ. അതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് വന്നത്. പലരും അറിഞ്ഞുകൊണ്ട് വന്നിട്ടും എൻ്റെ അരികിൽ വന്ന് അവരൊക്കെ പലതും ചോദിച്ചു, മനസ്സിലാക്കി. പക്ഷെ എന്നെ എന്തൊക്കെ പറഞ്ഞു. പക്ഷെ അവരൊക്കെ എന്താ വെളിയിൽ ചെന്ന് പറഞ്ഞെന്ന് എനിക്കറിയില്ല. എന്തൊക്കെ സംഭവിച്ചു. മീഡിയയിലൂടെ പലരും പറയുന്നുണ്ട് എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന്. എനിക്ക് ഇതൊക്കെയാണ് സംഭവിച്ചത്. എനിക്കിപ്പം കൃത്യമായിട്ട് ഓർത്തെടുക്കാനും കഴിയുന്നില്ല.